മസ്റ്റ് ഐമാക്സ് വാച്ച് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സിനിമയുടെ തുടക്കം വളരെ സ്ലോയിൽ ഒരു ക്ലാസ് ഫിലിം പോലെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല ഡള്ളാവാൻ ചാൻസ് ഉണ്ട്, ഇനി അങ്ങോട്ട് ഭയങ്കര സ്ലോ ആയിരിക്കും. ഒന്നാമത് ലെങ്ത് കൂടുതലാണ്, 2 മണിക്കൂർ 55 മിനിറ്റ് ഒക്കെയാണ് റണ്ണിങ് ടൈം. അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല ലെങ്ത് ഫീൽ ചെയ്യുമെന്നും ഒക്കെ എനിക്ക് തോന്നി. പക്ഷെ അതിന്റെ ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ ശരിക്കും ഒരു മാസ് ത്രില്ലറിന്റെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. നല്ല ഉഗ്രൻ ക്ലൈമാക്സ് രംഗങ്ങളായിരുന്നു. ലാസ്റ്റൊക്കെ നമുക്കിങ്ങനെ ഒരു 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 ഫീലാണ്, ഒരു എൻഡിന്റെ ഒരു ഫീൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. നല്ല രീതിയിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്, ഫാസ്റ്റ് ആയിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം പക്കയായിരുന്നു. അതുകൊണ്ട് എനിക്ക് സിനിമ ഒട്ടും ബോറടിച്ചില്ല എന്നുള്ള സത്യമാണ്. അതിന്റെ പ്രധാന കാരണം സിമ്പിൾ ഡയലോഗ്സ്, സിമ്പിൾ പ്ലോട്ട്, പിന്നെ ആ ഒരു സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ പോകുമ്പോൾ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു വേഗത, ഒരു സാധാരണ പാറ്റേണിലേക്ക് തിരിയുന്ന ഒരു പോക്ക്. മൊത്തത്തിൽ നല്ലൊരു സിനിമ തന്നെയാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഞാൻ ഒരിക്കലും ഈ സിനിമയെ പെടുത്തില്ല. ഒരു എക്സ്ട്രാ ഓർഡിനറി സാധനം തന്നെയാണ്. തിയേറ്ററിൽ നല്ല എഫക്റ്റീവായി നല്ല ലൈറ്റിങ്ങും സൗണ്ടും ഉള്ളൊരു തിയേറ്ററിൽ കാണാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ എനിക്ക് അടുത്ത ചോദ്യം, ഇന്ത്യയിലൊന്നും ഇങ്ങനെയുള്ള സിനിമ നേരെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് ക്രിസ്റ്റഫർ നോളൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെയുള്ള ഫോർമാറ്റിൽ സിനിമകൾ ചെയ്യുന്നത്? ഒരു സിനിമയെ 2 ഫോർമാറ്റിൽ ചെയ്തൂടെ, അല്ലെങ്കിൽ 2 രീതിയിൽ ചെയ്തൂടെ? ഫ്രെയിമുകളൊക്കെ കറക്റ്റ് ആക്കുന്ന രീതിയിൽ 2 ഫോർമാറ്റിൽ പെർഫെക്റ്റ് ആയിട്ട് ഇറക്കിക്കൂടെ? എന്തിനാണ് പൂർണ്ണമായ ഐമാക്സിൽ കാണണമെങ്കിൽ ഇന്ത്യക്കകത്ത് കാണാൻ പറ്റില്ല, ഇന്നിടത്തെ കാണാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഈ വാശി? എത്ര നല്ല നല്ല സിനിമാ സ്കോപ്പ് ഫിലിംസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൂടെ? ഒറിജിനാലിറ്റി കയറ്റാം. പക്ഷേ ഞാൻ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും മഹത്തായ സിനിമയായിട്ടാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രാൻഡ്, ഇപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള റിലീസാണ്. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ സിനിമ ഇറക്കിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. ഫോർമാറ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ടോട്ടലി ഒഡീസി നല്ലൊരു സിനിമ തന്നെയാണ്. ആരും വിചാരിക്കുന്ന പോലെ ഇതൊരു ഭയങ്കരമായ ഒരു എന്റർടൈനറോ ഒരു ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു സിനിമയൊന്നുമല്ല. ഇമോഷണൽ വാല്യൂ കൂട്ടി ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. സ്ലോ തന്നെയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട, സ്ലോ തന്നെയാണ്. പക്ഷെ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ ഡയലോഗ്സ് ഗ്രാസ്പ് ചെയ്യാനും സബ് ടൈറ്റിൽ വേണം. സബ് ടൈറ്റിൽ ഉണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാക്കി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമ തന്നെയാണ്. ആ മൂഡിലെ സിനിമ നമ്മൾ കാണാവൂ. ഒരിക്കലും ഒരു ട്രോയ് കാണുന്ന ഒരു ഫീലിൽ ഈ സിനിമ കാണാൻ ഇരിക്കരുത്. ട്രോയുടെ കഥ